നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് ഇവിടുന്ന് ഒരുപാട് അതിഥികളെ എനിക്ക് സമ്മാനമായി കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രേക്ഷകരിനെ കണ്ടിട്ട് രണ്ട് അതിഥികൾ ഇങ്ങനെ എണ്ണ ചേർന്നിരുന്ന അതിൽ മുട്ടയിടാനായിട്ടുന്ന 2 അതിഥികളെ കിട്ടിയൊരു സ്ഥലമാണ്. ഇത് നമ്മുടെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ചവറൊക്കെ ക്ലീൻ ചെയ്ത് വേർതിരിച്ച് കൊണ്ടുപോകുന്ന സ്ഥലത്തിനടുത്ത് അവർ അടുത്ത സെക്ഷന് വേണ്ടി പറമ്പ് വൃത്തിയാക്കുമ്പോഴാണ് JCB വെച്ച് വൃത്തിയാക്കുമ്പോൾ ഒരു അതിഥി ഇങ്ങനെ പെട്ടെന്ന് നിന്നൊരു പൈപ്പിനകത്ത് കയറുന്നൊരു പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചു. ആ സമയത്തിന് അവർ JCB ഒക്കെ ഒതുക്കിയിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് അവിടെ കാത്തു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് അതിഥി എവിടെയാണ് കയറിയത്, ആരാണ് അതിഥി എന്ന് നോക്കാം. നമുക്ക് പോകാം നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ? നമസ്കാരം സാറേ. നമസ്തേ, സുഖമായിരിക്കുന്നല്ലോ? പക്ഷേ ഈ മുഖം നമ്മൾ ഇതിനു മുന്നേ എവിടെ പാത്ത മാതിരി ഇരിക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സാറുണ്ടായിരുന്നു. നമ്മൾ 2 എണ്ണം എടുത്തപ്പോൾ അന്ന് സാറുണ്ടായിരുന്നു. അടിപൊളി. അപ്പോൾ ഈ കാക്കി മാത്രം നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല. നമസ്കാരം. നിങ്ങളാണ് വിളിച്ചതല്ലേ? സന്തോഷം. JCB അല്ല JCB പുള്ളിക്കാരനാണ്. അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞു? കരിങ്കല്ല് മാറ്റിയല്ലേ ഇവിടുന്ന്? തള്ളി അങ്ങോട്ട് വെച്ചല്ലേ? സാധാരണ JCB വെച്ച് തള്ളുമ്പോൾ സാധാരണ മുറിവോ ഒടിവോ പൊട്ടലോ ഒക്കെ ഉണ്ടാവും. സാറിന് JCB അറിയില്ലല്ലോ ഇതിനകത്തുണ്ടെന്ന്. അങ്ങനെ മാറ്റിയല്ലേ? ഇത് എങ്ങോട്ട് കയറിപ്പോ? ഷെഡിനകത്ത്. ഇതിനകത്ത് കയറി. ഇതിനകത്ത് അപ്പുറത്ത് വഴി ഉണ്ടോ നോക്കിയായിരുന്നോ? ഈ പൈപ്പോ? അപ്പുറത്ത് വെട്ടം കാണുന്നുണ്ടല്ലോ. അപ്പുറത്ത് ഹോളുണ്ടോ നോക്കിയോ? അല്ല, അപ്പുറത്ത് വെട്ടം ചെറുതായിട്ട് കാണുന്നുണ്ട്. അതേ ഉള്ളൂ, വലിയ ഹോളൊന്നുമില്ല. ഓഹോ, അപ്പോൾ പോകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവരാണ് കണ്ടത്. അപ്പോൾ JCB വെച്ച് കല്ല് കുറച്ച് മാറ്റിയ സമയത്ത് ഇതിനകത്ത് പതുക്കെ അഴിഞ്ഞ് കയറി അല്ലേ? പതുക്കെ, സ്പീഡിലൊന്നും അല്ലേ അറിയാം. പതുക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും മുട്ട ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞു. ഇനി പാമ്പുകളൊന്നും മുട്ടയിടാനായിട്ടില്ല. ഇനി മുറുക്കാതിയുടെ മുട്ടയെല്ലാം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞ് പോകുന്നൊരു സാധനം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും വൃത്തിയാക്കിയപ്പോൾ കുഞ്ഞുങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ ഇവിടെ അങ്ങും ആയിരിക്കത്തില്ല. അപ്പോൾ ഇതിലെ പോലെ എലിയെ പിടിച്ച് അത് ഇനി ഇവിടുന്ന് കിട്ടുന്ന ഇവിടെ നമുക്ക് അന്ന് കിട്ടിയൊക്കെല്ലാം നല്ല സൈസായിരുന്നു, നല്ല സൈസുള്ളത്. ഇപ്പോൾ ഇതും അത്രയ്ക്ക് പതുക്കെ, അപ്പോൾ നല്ല സൈസായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വേണ്ട, ചെറിയൊരു കുഞ്ഞു മുറിവുണ്ട് എന്തായാലും. ഇതാ ബ്ലഡ് ഉണ്ട്, ചെറിയൊരു കുഞ്ഞു മുറിവുണ്ടാണ്. ബ്ലഡ് ഉണ്ട്, ചെറിയൊരു മുറയല്ല. നമുക്ക് കണ്ടിട്ടില്ലേ? കല്ലൊക്കെ തള്ളി വയ്ക്കുമ്പോൾ എന്തായാലും നമുക്കറിയില്ലല്ലോ കല്ല് ഇതിനകത്ത് പാമ്പുണ്ടെന്ന് അറിയില്ല. നമ്മൾ ജോലിയില്ല. അപ്പോൾ ഇത് ചെറിയൊരു മുറിവുണ്ട്, മുറിവ് ചോര ഇതിനകത്തുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും സമയങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ അതിനെ വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റൂ. ഇതൊക്കെ കുഴിയാണല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് കുറച്ച് മാറ്റി നോക്കട്ടെ. ഞാൻ കേട്ടോ ആദ്യം നോക്കിയിട്ട്. ഇതിന് കുഴപ്പമുള്ളതെന്ന് അറിയാം, നമ്മൾ വെട്ടം കണ്ടത് ഇവിടെ ഒരു പൊട്ടലാണ് കേട്ടോ. അതാണ് വെട്ടം കണ്ടത്. പക്ഷേ ഇങ്ങോട്ട് ഈ പൈപ്പ് ഇങ്ങനെ തിരിഞ്ഞ് പോവുകയാണ്, വളഞ്ഞ് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ പൊട്ടൽ, അതാണ് വെട്ടം കാണുന്നത്. അല്ല, ഇവിടുത്തെ വെട്ടൽ ഇങ്ങനെ പോകുന്നത്. അപ്പുറത്തെ പൈപ്പിൻ്റെ എൻ്റെ വല്ലതും ഉണ്ടോ നോക്കിയായിരുന്നു? അകത്തൂടെ പോകുന്നു. നോക്കൂ. ഇത് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ കിട്ടാനില്ലാത്ത സാധനം. നല്ല കളർ, പൊട്ടിയല്ല. അടിപൊളി. രാജവെമ്പാല പടം അല്ല, ചേരയുടെ പടം ഉണ്ടോ? ചേരക്കാണ് ഈ ഡൈസ്, ഞാൻ പറയാമല്ലോ. ചേരക്കാണ് ഈ ഡയമണ്ട്, ഈ 4 മൂലകളുള്ളത്. മുറുക്കാണെങ്കിൽ 6 കോണുകളുണ്ടാവും. ഇത് 4 മൂലകൾ ഉണ്ടല്ലേ? കഴുത്തിൻ്റെ അവിടെ മാത്രം അവന് 6 കോണുണ്ടാവും. ചേരയുടെ പ്രത്യേകത. ബാക്കി താഴോട്ട് വരുമ്പോൾ 4 മൂലയുണ്ട്. ഡയമണ്ട് ഡിസൈൻ. അപ്പോൾ ചേരയാണ്, ഇത് ചേരയുടെ പടമാണ്. പക്ഷേ പാമ്പ് ചേരയാണെന്ന് ഞാൻ പറഞ്ഞില്ല.
ഇതും ചേരയുടെ തന്നെ. നേരത്തെ എടുത്തതിൻ്റെ അല്ല, ഇത് വേറെ ചേര, കറുത്ത കളർ. ആ ചേരയുടെ അല്ല, അത് വേറെ കളർ. ഇതും ചേരയുടെ. അപ്പോൾ ചേരയുടെ ധാരണമാണ്. ചേര യഥാർത്ഥത്തിൽ പറഞ്ഞത് നല്ലതാണ്. കാരണം ഈ തവള എലിയൊക്കെ പിടിച്ച് പോകുന്നതുകൊണ്ട് പിന്നെ അവർക്കിവിടെ ഫുഡുണ്ടല്ലോ. ആ പൈപ്പിന് ഇവിടെ ഒരു പൊട്ടലാണ്. ഇതിനകത്ത് വന്നെങ്കിൽ വെളിയിറങ്ങാം വെളിയിലിറങ്ങി പോയെന്ന് അറിഞ്ഞുകൂടാ. ഈ വെള്ളിലോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ട്. ഞാൻ ചപ്പ് മരണം വരുന്നുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ഇരുന്ന് അറിയില്ല, ഞാൻ ചവിട്ടും. പുള്ളിക്കാരൻ പറഞ്ഞ കണക്കിന് തീരെ ചെറുതാണെന്ന് തോന്നുന്നു. കടിച്ച് മോട്ട് 22 പണി വാങ്ങും. സാറേ ഇതങ്ങ് പൊട്ടിച്ചെടുക്കട്ടെ. ഇത് നമുക്ക് വേറെ ഉപയോഗമില്ല. അല്ല നമുക്കിനി അകത്തോട്ട് പോയാലും പണിയാണ്. ഇതിൽ ഏതുവരെ പോയിരിക്കണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും. ഇവിടെ നിന്ന് പൊട്ടിക്കാലോ. സൗണ്ട് വരുന്നുണ്ട് ഇതിനകത്ത്. ഇവിടെ ചീറ്റുന്ന സൗണ്ട് ഉണ്ട്. ഇവിടെ പുല്ല് അനങ്ങുന്നുണ്ട്. നോക്കിക്കണേ അവിടെ. സൗണ്ട് ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ ഭയങ്കര സൈസാണ്, വെയിറ്റ് ഒന്നും ഇല്ല. ഇനി കണ്ടത് തന്നെ ഇതൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിനകത്ത് ജലദോഷമുള്ള ആളാണെന്ന് പറഞ്ഞത്. ഇതിന് ചീറ്റണം. ഉണ്ടാ അതാ വന്ന് ചുണ്ടിട്ടാ ദാണ്ട് ഇവിടെ നാക്കണം. ഇവിടെ നാക്കണം നോക്കിയോ. നാക്കണോ നോക്കിയതാ ഈ ഹോൾ നാക്കണോ. വേണ്ട നാക്കിടുന്നണ്ട. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് അദ്ദേഹം ബോറടിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഇത്ര നേരം ഇരുന്നാൽ ബോറടിക്കൂലേ. അപ്പോൾ അദ്ദേഹം ചൂടത്തിരുന്ന് ബോറടിച്ച് അതാ വാലിൻ്റെ അറ്റത്ത് മുറിവുണ്ട് കേട്ടോ. പടം പൊടിക്കാൻ ഇത് JCB വരെയുള്ള മുറിവല്ല, എനിക്കുള്ള മറ്റെന്തോണ് കല്ലൊക്കെ നീക്കുമ്പോഴേ. എന്തായാലും പടം പൊടിക്കാറ് നല്ല ചട്ട പൊടിക്കാറ്. അതുകൊണ്ട് ഇവർ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇവർക്ക് ഇരിക്കാനുള്ളൊരു ഷെൽട്ടറാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് അവന് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇരിക്കാൻ. പക്ഷേ ഇത് ഭയങ്കര ചൂടാണ്. ഇത് എന്നെക്കാളും ചൂട്. നമ്മൾ വെച്ചിട്ട് നമുക്ക് തന്നെ ചൂടിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ ചട്ട പൊടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിലൊക്കെ ഇറങ്ങി കിടന്നു. അപ്പോൾ അത് ഇവർ JCB നീക്കിപ്പിന്നെ അകത്ത് കയറില്ല. പാവം ഇവിടെ പടമൊക്കെ പൊടിച്ച് ഇവിടെ സുഖമായിട്ട് ആറ്റിങ്ങൽ നഗരസഭയിലൊരു ആളായിട്ട് ഇവിടെ ജീവിച്ചേനെ പാവത്തിന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചിലപ്പോൾ നമ്മൾ മുറിവായിട്ടൊക്കെ തോന്നും, പക്ഷേ മുറിവല്ല, അത് ചട്ട പൊടിച്ച് പോകുന്നതാണ്. ആടി സാക്കേ അടിപൊളി, വലിയ നല്ല സൈസുള്ള പക്ഷേ അദ്ദേഹം നമ്മൾ കയ്യിൽ നിന്ന് കാണിച്ചാൽ അദ്ദേഹം കാണാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് അറിയാം, പടം പൊഴിക്കാറ്. അപ്പോൾ ആ മുഴ കാണുന്നത് അതൊരു മുറിവല്ല, അതൊരു മുഴയാണ്. അത് ശരീരത്തിലുണ്ട്. നമുക്കറിയാം, നമുക്കിപ്പോൾ കുറേ കിട്ടുന്നതൊക്കെ ദേഹത്ത് വാമിൻ്റെ വരയുടെ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിന് ഇങ്ങനെ കിട്ടാറുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല ഇരിക്കുമെന്ന്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഈ പടം പൊഴിക്കാറായതുകൊണ്ട് പെട്ടെന്ന് മൂവ് ചെയ്ത് പോവാം. അതിലുപരി വേദനയാണ്. കാരണം വെച്ചാൽ ഈ ദേഹത്ത് ചെറിയ മുറിവുകളുണ്ട്. പിന്നെ ചട്ട പൊഴിക്കാറായിരിക്കുമ്പോൾ അതിന് ഈ ഓട്ടോമാറ്റിക്കലി പൊഴിഞ്ഞു പോയാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ പൊഴിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് കൂടുതൽ വേദന ഉണ്ടാകുന്നത്.
അപ്പോൾ അത് JCBക്ക് ഉറഞ്ഞ സമയത്തൊക്കെ JCBക്ക് കല്ലിലൊക്കെ ഉറഞ്ഞ സമയത്തൊക്കെ അവർക്ക് വേദന കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, കാരണം ഒരുപാട് മുറിവുകൾ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ മുറിവ് ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ചെറിയൊരു മുഴയുണ്ട്, അതിലുപരി തലയിൽ ഇവിടെയൊക്കെ മുറിവുണ്ട്, ഇവിടെയൊക്കെ മുറിവുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കേണ്ടി ഒരുപാട് കോളിൽ വെയിറ്റിംഗ്. ചേട്ടാ ചാക്കി കയറാൻ പോട്ടെ. നല്ല ചൂട്, ഒരു രക്ഷയില്ല, അപാര ചൂടാണ്. എൻ്റെ അമ്മോ, ചൂടെന്ന് പറഞ്ഞാൽ ചൂട്. ഇപ്പോൾ നമുക്ക് ഞാൻ ഇങ്ങോട്ടൊന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ടൊന്ന് കയറുമ്പോൾ അടുത്ത് മറ്റൊരു കോളുണ്ടായിരുന്നു, ആറ്റിങ്ങിനടുത്ത് വട്ടവിള എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിലൊരു താബൂക്കിൻ്റെ ഇടയിൽ ഒരു ചെറിയ അതിഥി തവളയും പിടിച്ചുകൊണ്ട് ചെന്ന് കയറിയെന്നോ, ചെറുതല്ല, ഒരു വലുതെന്നാണ് പറയുന്നത്, നമ്മൾ വലുത് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമ്മൾ സമയങ്ങൾ എന്തിനാ അപ്പോൾ അതിനെടുക്കാൻ പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് നമ്മളെന്തായാലും വയ്യായിക ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് നമ്മൾ സമയം ശല്യപ്പെടുത്തുന്നില്ല. ഇതാ ചാക്കിനകത്താക്കി എല്ലാം റെഡിയാക്കി വെച്ചു. നമ്മൾ കുറേ പ്രാവശ്യമായല്ലേ ഇവിടെ. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സഹോദരിമാർ അറിയാമല്ലോ, നമ്മളൊത്തിരി സഹോദരിമാരുടെ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവരെന്ത് കണ്ടാലും അപ്പോൾ തന്നെ വിളിക്കും, എന്ത് ചായരായിരുന്നാലും സംശയം കരുതി അപ്പോൾ തന്നെ വിളിക്കും. അപ്പോൾ നമ്മൾ നാട്ടിൽ കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തും. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ പണി കഴിഞ്ഞപ്പോൾ ദേഹം മൊത്തം കുളമായി. അപ്പോൾ അടുത്ത കോളും ഇതിൻ്റെ അടുത്താണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് അടുത്ത അതിഥിയെ തേടി നമ്മുടെ വട്ടവളയിലേക്ക് ഒരുമിച്ച് യാത്രയാവാം. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലടുത്ത് വട്ടവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു അതിഥി ഇങ്ങനെ മാളത്തിനകത്തുനിന്ന് പകുതി മാളത്തിനകത്തും പകുതി വെളിയിലുമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനകത്തേനുണ്ടല്ലേ, പോയിട്ടില്ല. ആ സമയത്ത് ആളുണ്ട് ഇവിടെ ഉണ്ട്. പകുതി നീളം ഉണ്ടായിരുന്ന അത്രയും വലുത് ഇതിനകത്ത് കയറിയോ? എവിടെ? അപ്പോൾ കടി കിട്ടി അല്ലേ? എവിടെ വന്നത്? ഇതല്ലേ, ഇത് ചെറിയ കടിയല്ല, ഇത് ചെറിയ കടി, വലിയ പാമ്പല്ലേ, തീരെ ചെറുതല്ല. ഈ കടി അവിടെ നിന്ന് കിട്ടി ഇത്രയും ദൂരം ഓടിപ്പോയല്ലേ? പാവത്തിന് ജീവിക്കാൻ പറ്റും, ഒരു സാധനം ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ? അദ്ദേഹം കടിച്ച് വിട്ടു. ഇവരെ അനക്കം കിട്ടിയപ്പോൾ അങ്ങ് വിട്ട് വേണം. നായ നന്നായിട്ട് കുരയ്ക്കുന്നുണ്ട്, നാടനാണ്, ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കും, നിർത്താൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ, നമുക്കെന്തിനെ വെട്ടി നോക്കാം. പാവം അകത്ത് വടി പോലെ വലിയ ഇത്തിരി നല്ല മൂർക്കനാണ് കേട്ടോ, ചെറുതല്ല. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഡോഗിൻ്റെ കുര നന്നായിട്ടുണ്ട്, അവരെ ജോലി ചെയ്യട്ടെ. ചെറുതായിട്ടാണ് പുള്ളി പറഞ്ഞിട്ട് അകത്തോട്ട് വലിയ ഹോളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അകത്തോട്ട് വലിയ ഹോളൊന്നും ഇല്ല, അതുകൊണ്ട് അവിടെ പതുക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അതാ അല്ലാണ്ട് അപ്പം അത്ര വലുതല്ല കേട്ടോ.
തീരെ ചെറിയ ആളുമല്ല, എന്നാൽ വലിയ ആളുമല്ല. ഇദ്ദേഹം കടിച്ച തവളെ നമ്മൾ കണ്ടു. അവിടെ നിന്ന് അവിടെ പോയി ചത്ത് കിടന്നു. എനിക്ക് 1 മണിക്കൂറിന് മേളിലായി കടി കിട്ടിയിട്ട്. ഇപ്പം നമുക്കിവിടെ കാണാം, അത്ര ചെറുതല്ല, എന്നാലും 1 മീറ്ററോളം നീളം വരുന്ന, ഏകദേശം 2 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു മൂർഖനതി. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ വേറൊരു തവളയുണ്ട്, അതിലുപരി അടിപൊളിയായിട്ട് നീണ്ട്. അതവിടെ നിൽക്കരുതാ, ഇത് നോക്കിയേ, പൂച്ചക്കുട്ടം വന്നിട്ട് അതാ വരുന്നത് മണിയൊക്കെ കെട്ടി നോക്കി ഇപ്പം പിടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. നോക്കി അടിപൊളിയായിട്ട് നോക്കി. ഒരു ചെറിയ അതിഥി കുഞ്ഞൻ, അത്ര വലുതൊന്നുമല്ല, ഏകദേശം 2 വയസ്സിനടുത്ത് പ്രായമുണ്ട്. വായിൽ കണ്ട, വായുടെ ഈ സൈഡ് തുറന്നിരിപ്പുണ്ട്. അത് മറ്റേ വലിയ തവളയെ കടിച്ചിട്ട് മരിച്ചിട്ടേ എടുക്കുകയുള്ളൂ. ഇതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. പരമാവധി തവളയെപ്പോലെ എലിയെ പോലത്തെ സാധനങ്ങൾ കൊന്നതിന് ശേഷം കഴിക്കാറുള്ളൂ. അത് കടിക്കുമ്പോൾ തന്നെ മരിച്ചു. പക്ഷേ ഇപ്പോൾ ചേരയാണ് ഇദ്ദേഹം പിടിക്കുന്നുണ്ടെങ്കിൽ ചേര പെട്ടെന്ന് മരിക്കത്തില്ല. അത് ജീവനോട് തന്നെ ഒരു 1/2 ഉയിരോടെ അവൻ കഴിക്കും. അതുപോലെ അണലിയാണ് പിടിക്കുന്നതെങ്കിൽ അണലി അവൻ ഒരു 1/2 ഉയിരോടെ കഴിക്കും. അതുപോലെ തന്നെ ഇവൻ്റെ അണയാണ് പിടിക്കണമെങ്കിലും 1/2 ഉയിരോടെ അവൻ കഴിക്കും. കാരണം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയറ് ഫുഡാക്കിയിരിക്കുന്നതിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ചാക്കരയൊക്കെ ഛർദ്ദിച്ച് ആ ഫുഡ് ജീവിപ്പിച്ച്, അതായത് പള്ളിപ്പുറത്ത് CRP ക്യാമ്പിനകത്ത് തന്നെ വർഷങ്ങൾക്ക് മുന്നേ ഒരു വലിയ മൂർഖൻ ഒരു വലിയ അണലിയെ വിഴുങ്ങിയിട്ട് ഞാനത് അവിടെ ചെന്ന് ഓഫീസർമാരൊക്കെ നോക്കിയപ്പോൾ അവരെ മുന്നിൽ പിടിക്കുമ്പോൾ അത് ഛർദ്ദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് അണലി മിണ്ടാതെ കിടന്നു. അത് കഴിഞ്ഞത് മൂവ് ചെയ്തു. അപ്പോൾ ഞാൻ 2 ചാക്കിലേക്ക് വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ ആ അണലി ഏകദേശം ഒരു 1.5 മാസം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഫുൾ റിക്കവർ അന്വേഷണം. അന്നത്തെ RRT റാപ്പിഡ് റെസ്പോൺസ് ടീം, അത് നമ്മൾ റാന്നിയിൽ അശോകൻ സാർ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോട്ട് ഞങ്ങളെ കൊണ്ട് കാട്ടി തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യാതൊരു കുഴപ്പമില്ല. ഇത് നോക്കൂ, ഇത് ഏകദേശം ഉദ്ദേശം 2 വയസ്സോളം മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞു മൂർഖ. തീരെ കുഞ്ഞൊന്നുമല്ല, ഇത് മതി നമ്മുടെ നഞ്ച് എന്തിന് നാനാഴി എന്ന് ചോദിക്കും പോലെ ഇവൻ മതി 2-3 വരെ ജീവൻ അപഹരിക്കാൻ. അവളയ്ക്ക് തന്നെ ചെറിയ ബൈറ്റുകൾ, പക്ഷേ തവള നല്ല കറുത്ത്, നല്ല കളർ, നല്ല കറുകറായിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇവൻ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കടന്നു പോയിട്ടുണ്ട്. ഈ വെള്ള കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ നെയ്യാറ്റിൻകര പാറശാലയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെ വെള്ളച്ചട്ടി മുറുകനെന്ന് വിളിക്കുന്നത്. ഈ വെള്ള പാട് കണ്ടിട്ടാണ്, ഈ അടിയിലത്തെ വെള്ള ചട്ട കണ്ടിട്ടാണ് വെള്ളച്ചട്ടി മുറുകനെന്ന് വിളിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ആറ്റിങ്ങലിൽ നിന്ന് കിളിമാനൂർ മണനാക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പത്തിക്കാരനല്ലോ. പാമ്പുകൾക്ക് ഒരു പത്തിയുള്ളൂ, 2 പത്തിയൊന്നുമില്ല. ഞാൻ വേണ്ടി ആവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ സമയങ്ങളല്ല, ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കാം. നമുക്ക് മറ്റ് ഒരുപാട് കൊള്ളുന്നു, ചൂട് കൂടുന്നു. അപ്പോൾ നമുക്ക് നല്ല കൊടുത്തു ചക്കര ചെല്ല്. നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് ഒരുപാട് നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ ബോട്ടിലാക്കുകയാണ്. ചക്കരേ അമ്പടാ. ഒരു ഇതിനകത്തൊരു തവള ഉണ്ട് കയറ്റി കേട്ടോ. ഇത്രയും നീളം കൊണ്ടായിരിക്കും വലിയ സാധനമൊന്നും ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ബോട്ടിലാക്കി. ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇനി അടുത്ത് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവും.